ജയ് മാതാ. ചരണം ശരണം രമാംബികേ, ചരണം ശരണം ത്രയംബകേ. സദ്ഗുരു ശ്രീ രമാദേവിയമ്മയുടെ പ്രബോധനങ്ങളിൽ വീട് എന്നത് കേവലം കല്ലും മണ്ണും കൊണ്ട് നിർമ്മിച്ച ഒരു ഭൗതിക ഘടനയല്ല, അത് ഒരു ഗൃഹയോഗശാലയാണ്. ആത്മീയ സാക്ഷാത്കാരത്തിനുള്ള ഒരു പവിത്രമായ പരീക്ഷണശാല. വീടിന്റെ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായ ലിവിംഗ് റൂം ശാന്തിയുടെ അന്തരീക്ഷം വളർത്തിയെടുക്കുകയോ അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുകയോ ചെയ്യുന്ന പ്രാഥമിക വേദിയായി വർത്തിക്കുന്നു. സമാധാനം എന്നത് പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യേണ്ട ഒന്നല്ല, മറിച്ച് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് പ്രതിഫലിപ്പിക്കേണ്ട ഒരു ആന്തരിക തേജസ്സാണെന്ന് അമ്മ ഊന്നി പറയുന്നു. ലിവിംഗ് റൂമിനെ നിശ്ചലതയുടെ സങ്കേതമാക്കി മാറ്റുന്നതിന് ഭക്തി, ധർമ്മം, ആത്മനിഷ്ഠ എന്നീ തത്വങ്ങൾ നാം പ്രയോഗിക്കേണ്ടതുണ്ട്. നമ്മുടെ ആന്തരിക കാലാവസ്ഥയുടെ പ്രതിഫലനമാണ് ലിവിംഗ് റൂം. നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ മാനസികാവസ്ഥയുടെ കണ്ണാടി തന്നെയാണെന്ന് അമ്മ പഠിപ്പിച്ചു. താമസിക്കുന്നവരുടെ മനസ്സ് പ്രക്ഷോഭമോ വിദ്വേഷമോ ലൗകിക മോഹങ്ങളോ കൊണ്ട് കലുഷിതമാണെങ്കിൽ അവിടുത്തെ അലങ്കാരങ്ങൾ എത്ര തന്നെ മികച്ചതായാലും ലിവിംഗ് റൂമിൽ അസ്വസ്ഥത അനുഭവപ്പെടും. ശാന്തിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനുള്ള ആദ്യപടി ആത്മപരിശോധനയാണ്. കുടുംബാംഗങ്ങൾ മാത്രമായിരിക്കുമ്പോൾ പോലും ലിവിംഗ് റൂമിനെ ഒരു സത്സംഗ വേദിയായി കാണാൻ അമ്മ പ്രോത്സാഹിപ്പിച്ചു. അർത്ഥശൂന്യമായ ഗോസിപ്പുകൾക്കും തർക്കങ്ങൾക്കും പകരം അർത്ഥവത്തായ സംഭാഷണങ്ങളോ മൗനമോ ബോധപൂർവം തിരഞ്ഞെടുക്കുമ്പോൾ ആ മുറിയുടെ ഊർജ്ജതലം മാറാൻ തുടങ്ങുന്നു. അമ്മയുടെ വീക്ഷണത്തിൽ ലിവിംഗ് റൂമിൽ ഉച്ചരിക്കുന്ന ഓരോ വാക്കും ഒരു ആവാഹനമാണ്. നാം സ്നേഹത്തിന്റെയും പ്രോത്സാഹനത്തിന്റെയും വാക്കുകൾ സംസാരിക്കുമ്പോൾ ഈശ്വരനെ ആവാഹിക്കുന്നു. എന്നാൽ ദേഷ്യത്തിന്റെ വാക്കുകൾ സംസാരിക്കുമ്പോൾ അസ്വസ്ഥതയെ ക്ഷണിച്ചു വരുത്തുന്നു. പവിത്രമായ അന്തരീക്ഷത്തിനുള്ള തത്വങ്ങൾ. 1. സാന്നിധ്യത്തിന്റെ പീഠം, അതായത് ഇഷ്ടദേവത. ഓരോ വീട്ടിലും ഈശ്വരീയതയുടെ ഒരു കേന്ദ്രബിന്ദു ഉണ്ടായിരിക്കണമെന്ന് അമ്മ നിർദ്ദേശിക്കാറുണ്ട്. ലിവിംഗ് റൂമിൽ ഇത് സങ്കീർണമായ ഒരു പൂജാമുറി ആയിരിക്കണമെന്നില്ല, മറിച്ച് ഒരു വിളക്കോ ദൈവികമായ ഒരു ചിത്രമോ ഉള്ള ഒരു പ്രത്യേക ഇടമാകാം. ഇത് ഉന്നതമായ യാഥാർത്ഥ്യത്തെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. ഈ കേന്ദ്രബിന്ദു ഒരു ആത്മീയ റേഡിയേറ്റർ പോലെ പ്രവർത്തിക്കുകയും നിരന്തരം സമാധാനത്തിന്റെ തരംഗങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. നമ്മുടെ സ്വീകരണ മുറിയിൽ ഈശ്വരനെ ദർശിക്കുമ്പോൾ നമുക്കുള്ളിലെ ഈശ്വരനെ കുറിച്ച് നാം ഓർമ്മിപ്പിക്കപ്പെടുന്നു എന്ന് അമ്മ പഠിപ്പിച്ചു. 2. സൗഹാർദ്ദപരമായ പെരുമാറ്റത്തിന്റെ അച്ചടക്കം, അതായത് ധർമ്മം. ക്ഷമ, അസൂയയില്ലായ്മ എന്നിവയുടെ പരിശീലനത്തിലൂടെയാണ് ലിവിംഗ് റൂമിലെ സമാധാനം നിലനിൽക്കുന്നത്. വ്യക്തികളുടെ സ്വഭാവത്തിന്റെ പിന്തുണയില്ലെങ്കിൽ ശാന്തിയുടെ അന്തരീക്ഷം ദുർബലമായിരിക്കുമെന്ന് അമ്മ ഊന്നി പറയുന്നു. കുടുംബാംഗങ്ങൾ പരസ്പരം ബഹുമാനത്തോടും സേവന മനോഭാവത്തോടും കൂടി ഇടപെടുമ്പോൾ ലിവിംഗ് റൂം പോസിറ്റീവ് ഊർജത്തിന്റെ ഒരു കേന്ദ്രമായി മാറുന്നു. അമ്മയുടെ ആത്മനിയന്ത്രണം എന്ന തത്വം ഇവിടെ വളരെ പ്രധാനമാണ്. ഒരു കുടുംബ തർക്കത്തിനിടയിലും ശാന്തത പാലിക്കാനുള്ള കഴിവ് ആ പൊതു ഇടത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കുന്നു. 3. കൂട്ടായ മൗനത്തിന്റെ ശക്തി. നിരന്തരമായ ശബ്ദ കോലാഹലങ്ങളുടെ ലോകത്ത് മൗനം പാലിക്കുന്നതിനായി അമ്മ ഉദ്ബോധിപ്പിച്ചു. ടെലിവിഷൻ എപ്പോഴും ശബ്ദിക്കാത്തതും ഫോണുകൾ മാറ്റിവെച്ചതുമായ ഒരു ലിവിംഗ് റൂമിൽ ഈശ്വരീയമായ സമാധാനം നിറയുന്നു. മൗനത്തിൽ അന്തര്യാമി സംസാരിക്കുന്നുവെന്ന് അമ്മ പഠിപ്പിക്കുന്നു. വൈകുന്നേരങ്ങളിൽ 10 മിനിറ്റെങ്കിലും ലിവിംഗ് റൂമിൽ കൂട്ടായ മൗന ധ്യാനത്തിനോ പ്രാർത്ഥനയ്ക്കോ ആയി മാറ്റിവെക്കുന്നത് അവിടുത്തെ അന്തരീക്ഷത്തെ സ്ഥിരമായി മാറ്റിയെടുക്കും. ഈ അന്തരീക്ഷം നിലനിർത്തുന്നതിന് സ്വാർത്ഥമായ മമതയില്ലാതെ ചെയ്യുന്ന കർമ്മത്തിന്റെ പ്രാധാന്യം ശ്രീ രമാദേവിയമ്മ എടുത്തു പറയുന്നു. ലിവിംഗ് റൂം വൃത്തിയാക്കുമ്പോഴോ ക്രമീകരിക്കുമ്പോഴോ അലങ്കരിക്കുമ്പോഴോ അത് ദിവ്യമാതാവിനുള്ള ഒരു സമർപ്പണമായി ചെയ്യണം. ഇത് വീട്ടുജോലിയെ ആരാധനയായി മാറ്റുന്നു. ശുചിത്വം. ശാരീരികമായ ശുചിത്വം മാനസികമായ ശുദ്ധിയുടെ മുന്നോടിയാണ്. വൃത്തിയുള്ളതും വെളിച്ചവും വായുസഞ്ചാരവുമുള്ള ഒരു ലിവിംഗ് റൂം പ്രാണോർജത്തിന്റെ സ്വതന്ത്രമായ ഒഴുക്കിനെ അനുവദിക്കുന്നു. ആനന്ദത്തിന്റെ പ്രഭാവലയം. അമ്മ ആനന്ദത്തിന്റെ സ്വരൂപമാണ്. ഒരു വീട് സന്തോഷത്തോടെ പ്രതിധ്വനിക്കണമെന്നത് അമ്മ പഠിപ്പിച്ചു.
ശാന്തിയുടെ അന്തരീക്ഷം എന്നത് ഗൗരവമേറിയതോ സന്തോഷമില്ലാത്തതോ ആയ ഒന്നല്ല. അത് ഊർജസ്വലവും ഊഷ്മളവും സ്വാഗതാർഹവുമാണ്. ദയയിൽ അധിഷ്ഠിതമായ ചിരി ഒരു മന്ത്രം പോലെ തന്നെ ആത്മീയമാണ്. ഗൃഹജീവിതത്തെ ആത്മീയവൽക്കരിക്കുക എന്നതായിരുന്നു ശ്രീ രമാദേവി അമ്മയുടെ ദർശനം. ഓരോ വീടിന്റെയും ലിവിംഗ് റൂമിൽ സമാധാനം സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും സമൂഹത്തിലേക്കും രാജ്യത്തിലേക്കും വ്യാപിക്കുമെന്ന് അമ്മ വിശ്വസിച്ചു. ലിവിംഗ് റൂമിനെ ഒരു ക്ഷേത്രമായും അവിടുത്തെ അംഗങ്ങളെ ഈശ്വരന്റെ പ്രഭാവമായും ഓരോ ഇടപെടലിനെയും ഒരു ആത്മീയ അവസരമായും കാണുന്നതിലൂടെ അമ്മയുടെ ഈശ്വരനായിരിക്കുക, ഈശ്വരനെ കാണുക എന്ന ആഹ്വാനം നാം നിറവേറ്റുന്നു. അപ്പോൾ ശാന്തിയുടെ അന്തരീക്ഷം കേവലം ഒരു ചുറ്റുപാട് എന്നതിലുപരി അവിടെ പ്രവേശിക്കുന്ന എല്ലാവരെയും താങ്ങുകയും സുഖപ്പെടുത്തുകയും ഉണർത്തുകയും ചെയ്യുന്ന ഒരു ജീവസുറ്റ സാന്നിധ്യമായി മാറുന്നു. അമ്മയുടെ അനുഗ്രഹത്താൽ ലിവിംഗ് റൂം കേവലം വിശ്രമത്തിനുള്ള ഒരിടം എന്നതിലുപരി നിത്യതയിലേക്കുള്ള ഒരു കവാടമായി മാറുന്നു. ചരണം ശരണം രാമംബികേ, ചരണം ശരണം ത്രയംബകേ. ജയ് മാതാ.